ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 9-ാം തീയതി ഞായറാഴ്ച ദിവസം 1299 ഇടവമാസം 26-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 19-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി തൃതീയ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി 7:44 പുണർദം നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 8:22 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനക്കൂറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 പാദങ്ങളെ മിഥുനക്കൂറിൽപ്പെട്ട പുണർദം നക്ഷത്രത്തിനെ പുണർദം മുക്കാൽ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട അവസാന പാദ നക്ഷത്രത്തെ പുണർദം കാൽ എന്ന് വിളിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കുക. ജ്യോതിഷം 2 കൂറുകളിലായിട്ടാണ് പുണർദം നക്ഷത്രത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. പുണർദം നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പൂച്ചയാണ്, ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം മുളയാണ്, വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാ പുണർദം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം വ്യാഴദശാകാലം. വ്യാഴദശാകാലത്തു കൂടിയാണ് പുണർദം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ യോഗ്യതയുള്ളവരാണ് പുണർദം നക്ഷത്ര ജാതകർ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അധ്യാപകർ, ഗ്രന്ഥകാരന്മാർ, ലേഖകർ എന്നീ നിലകളിൽ, പത്രപ്രവർത്തകർ എന്നീ നിലകളിൽ ശോഭിക്കുവാൻ കഴിവുള്ളവരാണ് പുണർദം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ സാമാന്യത്തിൽ കൂടിയ താല്പര്യം കാണിക്കുന്നവരാണ്. വിശ്വാസത്തിൽ, ഭക്തിയിൽ, മതനിഷ്ഠയിൽ, ഈശ്വരഭക്തിയിലൊക്കെ ഇവർക്ക് സാമാന്യത്തിൽ കൂടിയ ഭക്തി, മറ്റുള്ളവരെക്കാൾ ഒരു പടി കൂടിയ ഒരു ഭക്തിയും വിശ്വാസവും ആചാരവും നിഷ്ഠയും ഒക്കെ ഇവർക്ക് ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷം പറയുന്ന മറ്റ് ഒരു കാര്യം, സന്തോഷ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഇവർ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, സത്യാന്വേഷികളാണ്, വിനയമുള്ളവരാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ്. കലയിലും വിജ്ഞാനത്തിലും ഇവർക്ക് താല്പര്യമുള്ളവരാണ്. കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരാണ്. എന്നാൽ ചിലരൊക്കെ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ ശത്രുതയോടും അതുപോലെ തന്നെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി അവരുമായിട്ട് അകന്നു കഴിയുവാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. മനഃശക്തി ചിലർക്ക് കുറവാണ്, ചിലർക്ക് മനഃശക്തി ഉള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ പുണർദം നക്ഷത്ര ജാതകരുടെ വിവാഹ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പുണർദം നാളുകാരുടെ വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. അതാണ് ജ്യോതിഷം പറയുന്നത്. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ജീവിതം ശോഭനമായി തീരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട്. ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കലഹപ്രിയരാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർ വഴക്കുണ്ടാക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. തെറ്റായ ചില ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ കലഹ സ്വഭാവം ഉണ്ടാകണമെന്നില്ല. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു കലഹ സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കി അതിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അവരുടെ ജീവിതം ശോഭനമായി തീരും. അപ്പം നല്ലതിനെ മുറുകെ പിടിക്കുക, വേണ്ടാത്തതിനെ ചീത്തയായതിനെ തള്ളിക്കളയുക. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശമാണ് ഇങ്ങനെ ഈ നിരൂപണത്തിൽ കൂടി ജ്യോതിഷം ഉദ്ദേശിക്കുന്നത്. പുണർദം നക്ഷത്ര സ്ത്രീകൾ കലഹപ്രിയരും അതുപോലെ തന്നെ ചിലരൊക്കെ ധനധാന്യ ലാഭമുള്ളവരുമാണെന്ന് പറയുന്നു. ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, അഹങ്കാരമില്ലാത്തവരാണ്, സുന്ദരികളാണ്, കുടുംബജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നവരാണെന്നും പറയുന്നു. പക്ഷെങ്കിൽ ഒട്ടുമിക്ക പുണർദം നക്ഷത്ര ജാതകരായ സ്ത്രീകളുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പരാജയം അനുഭവിക്കുന്നവരുമുണ്ട്. അതൊക്കെ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വേണ്ടാത്തതിനെ തള്ളിക്കളയുക,
നല്ലതിനെ സ്വീകരിക്കുക. അപ്പോൾ ജീവിതം ശോഭനമാവും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇതാരെയും കുറ്റപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ അല്ല പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആയില്യം, പൂയം, അത്തം, അവിട്ടം, കാർത്തിക, ചതയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും പുണർന്ന നക്ഷത്ര ജാതകർ ഒഴിവാക്കണം. ആയില്യം, പൂയം, അത്തം, അവിട്ടം, കാർത്തിക, ചതയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും പുണർന്ന നക്ഷത്ര ജാതകർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം വിലക്കേൽപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുണർന്ന നക്ഷത്രത്തെക്കുറിച്ച് ആമുഖമായിട്ട് പറഞ്ഞു. പുണർന്ന നക്ഷത്ര ജാതകരുടെ ജീവിതം തുടങ്ങുന്നത് വ്യാഴദശാകാലമാണ്. 16 വർഷം ശോഭനമായ വ്യാഴദശാകാലമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം പുണർന്ന നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ ഗ്രഹനിലയിൽ അനുകൂലമായ ഭാവത്തിലാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടമായ വ്യാഴദശാകാലഘട്ടം ശോഭനമായിരിക്കും. തുടർന്നുള്ള 19 വർഷം ശനിയുടെ ദശാകാലമാണ്. അപ്പോൾ വ്യാഴദശാകാലത്ത് ഒരു കുട്ടിക്ക് ഒരു 12 വർഷം വ്യാഴദശാകാലം കിട്ടിയാൽ 12 വയസ്സുവരെ വ്യാഴദശാകാലമായിരിക്കും. അപ്പോൾ ഒരു 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമൊക്കെ ആ സമയത്ത് ആരോഗ്യസ്ഥിതിയും എല്ലാം കൊണ്ടും മെച്ചമായി നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. തുടർന്ന് 19 വർഷമാണ് ശനി ദശാകാലം. അത് അനുകൂലമാണെങ്കിൽ 31 വയസ്സുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ശനി അനുകൂലമല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയും. അങ്ങനെ 31 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുധ ദശാകാലമാണ്. 17 വർഷം. 31, 7, 38, 10, 48 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഈ സമയം കൊണ്ട് അവർ കലകളിലും വിജ്ഞാനങ്ങളിലും ഒക്കെ ശോഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ജീവിതം ശോഭിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആ സമയത്താണ് അവരുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഏതെങ്കിലും വിധത്തിലുള്ളൊരു മാറ്റം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. അപ്പം അങ്ങനെ 12, 19, 31, 7, 38, 10, 48 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുവിൻ്റെ ദശാകാലമാണ്. 55 വയസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രദശാകാലമാണ്. 75 വയസ്സായി. പിന്നെ ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലം 75, 6, 81, 10 വർഷം ചന്ദ്രദശാകാലം 91, 7 വർഷം കുജദശാകാലം 98, പിന്നെ 18 വർഷം രാഹുദശാകാലമാണ്. 98, 8, 106, 10, 116. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട്. അതുമായിട്ട് തൊട്ടടുത്ത ദശാകാലമായ ശനി ദശാകാലങ്ങളെ കൂട്ടി പ്രായവുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് അറിയാൻ പറ്റും. ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നേട്ടമാണെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം പുണർന്ന നക്ഷത്ര ദിവസമാണ്. പുണർന്ന നക്ഷത്രപ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിൽ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു, ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഭരണി, രോഹിണി, പൂരുട്ടാതി, ഉത്രട്ടാതി, ചോതി, വിശാഖം, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ഭരണി, രോഹിണി, പൂരുട്ടാതി, ഉത്രട്ടാതി, ചോതി, വിശാഖം, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് കാർത്തിക, മകയിരം, അശ്വതി, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. കാർത്തിക, മകയിരം, അശ്വതി, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക, സൂക്ഷിക്കണം. മുൻകരുതലായിട്ടാണ് ജ്യോതിഷം ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ശുഭസമയമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നാളെ ഞായറാഴ്ച ദിവസമാണ്. ശുഭസമയം. ഞായറാഴ്ച ദിവസം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ദിവസമാണ്. ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ശുഭദിനമല്ല, സൂര്യൻ്റെ ദിനമാണ്. സൂര്യൻ ഒരു പാപഗ്രഹമാണ്. ഞായറാഴ്ച ദിവസം ശുഭദിനമല്ല എങ്കിൽ പോലും എല്ലാവർക്കും ഒഴിവു ദിനമായതുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ഈ ഞായറാഴ്ച ദിവസത്തെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ പ്രധാനപ്പെട്ട സമയമാണ് ജ്യോതിഷം അതിനു വേണ്ടി വേർതിരിച്ചു തന്നിരിക്കുന്നത്. പാപദിനമാണ്, അതായത് ശുഭഗ്രഹത്തിൻ്റെ പാപഗ്രഹത്തിൻ്റെ ദിനമാണ്. എങ്കിൽ പോലും മനുഷ്യരുടെ ജീവിതത്തിലെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ജ്യോതിഷം ശുഭസമയം വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആ സമയമാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ 6 മണി 7 മുതൽ 9 മണി 7 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 10 മണി 37 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി 7 വരെ ശുഭസമയമുണ്ട്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്.
പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച 10:37 മുതൽ 3:07 വരെയുള്ള ശുഭസമയമാണ്. അപ്പോൾ ഒരുപാട് മതവിഭാഗക്കാർ ഈ സമയത്താണ് അവർ ഈശ്വരനെ ആരാധിക്കുന്നത്. ആ ഈശ്വര ആരാധനയിൽ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുന്ന സമയമാണ്. ആ സമയത്തുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ശുഭസമയത്താണ് ഇവർ ഈശ്വരനെ ആരാധിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ രാവിലെ 6:07 മുതൽ 9:07 വരെയുള്ള സമയത്ത് ക്ഷേത്ര ദർശനം നടത്തി അവിടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിലും നേട്ടം വരുന്ന സമയമാണ്. അപ്പോൾ ഈ ശുഭസമയം നോക്കിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞായറാഴ്ച ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ രാവിലെ 6:07 9:07 ഇടയ്ക്കുള്ള സമയം ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനോടുള്ള പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം കിട്ടും, അവിടെ ഒരു വിജയം ഉണ്ടാകുകയാണ്. അപ്പോൾ നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നുള്ളതും മറ്റു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 9 ആണ്. ഏതൊരു മാസത്തെ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 വരുന്നു. ഏതൊരു മാസത്തെ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കടും, ചുവപ്പ്, നീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 ആയി വരുന്നതുകൊണ്ട് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ അവർ നിറങ്ങളെ ആശ്രയിക്കുക. കടും, ചുവപ്പ്, നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ ആ അക്ഷരങ്ങൾ സഹായിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇന്നലെ തിരുവാതിര നക്ഷത്രപ്രകാരമുള്ള വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പനിയാൽ അസ്വസ്ഥപ്പെട്ട് പനി മാറി എങ്കിലും ചുമ കാരണം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെങ്കിൽ ചുമ എനിക്ക് വളരെ ഭാരമായി തോന്നി. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ പല പ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്ത് നോക്കിയിട്ടും ചുമയുടെ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്കത് തുടർന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവർ എന്നോട് സഹായിക്കണം. 3-4 ദിവസമായിട്ട് വീഡിയോ ഒക്കെ കൃത്യസമയമായിട്ടൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത് പനിയുടേതായ അസ്വസ്ഥത കൊണ്ടാണ്. അതെല്ലാം മാറി നാളെ മുതൽ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോകൾ കൃത്യമായിട്ടും ഞാൻ രാവിലെ തന്നെ പബ്ലിഷ് ചെയ്യും. പ്രിയപ്പെട്ടവർ സഹകരിക്കുക. അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. കാലാവസ്ഥ മാറിയപ്പോൾ പെട്ടെന്ന് പനിയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ടാണ് അങ്ങനെ വീഡിയോയ്ക്കൊരു ക്രമീകരണമില്ലാതെ പോയത് എന്നുള്ളത് ഞാൻ ഖേദത്തോടെ പ്രിയപ്പെട്ടവരോടുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി സഹകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിനയത്തോടുകൂടി പെരുമാറാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഭാര്യ നിമിത്തം അല്ലെങ്കിൽ സ്ത്രീ നിമിത്തം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസത്തിനോ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം പല്ലുവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഭാര്യയും മക്കളുമായിട്ടൊക്കെ പരസ്പരം കലഹിക്കാനും അഭിപ്രായ വ്യത്യാസത്തിനുമൊക്കെ സാധ്യതയുണ്ട് നാളത്തെ ദിവസം. അങ്ങനെ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമല്ല. പിതാവ് മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട് എന്നുള്ളതല്ലാതെ പൂർണ്ണമായി അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം മടിയന്മാരായി മാറാൻ സാധ്യതയുണ്ട്. അലസത, കാര്യപ്രാപ്തിക്കുറവ്, അതുപോലെ തന്നെ ചിലർക്കൊക്കെ നാളത്തെ ദിവസം പെട്ടെന്ന് കോപം വരുവാനുമൊക്കെ സാധ്യതയുണ്ട്. ദൈവാധീനമില്ലാത്ത ഒരു അനുഭവം നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. നീചരുമായി കൂട്ടുകൂടുവാൻ, നീചബന്ധങ്ങളിൽ അകപ്പെടുവാൻ, അങ്ങനെ
ചിലർക്കൊക്കെ ആപത്തും അനർത്ഥങ്ങൾ വരെ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇവർക്ക് മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. തൊഴിൽപരമായി നേട്ടമുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയുള്ള അല്ലെങ്കിൽ ബന്ധു വീടുകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലരും നാളത്തെ ദിവസം അലസരും കാര്യപ്രാപ്തി കുറവുള്ളവരായിട്ട് മാറും. നീചബന്ധത്തിലും നീചമായ കൂട്ടുകെട്ടിലുമൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ മെച്ചമാണ്. ധനസ്ഥിതിയും ഏറെക്കുറെ മെച്ചമാണ്. എങ്കിൽ പോലും നാളത്തെ ദിവസം ധനത്തിന് അമിതമായ ചെലവ് വന്നേക്കാം. പിതാവ് മുഖേന ധനവ്യയം വന്നു ചേർന്നേക്കാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ധനനഷ്ടം വന്നു ചേർന്നേക്കാം. എങ്കിലും തൊഴിൽ ഗുണമുണ്ട്. ഭാര്യയും ഭർത്താവും മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസവുമാണ്. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ചിലർക്ക് പിതാവിനോട് ശത്രുത ഉണ്ടായേക്കാം. ചിലർക്ക് പുത്ര ദുഃഖം വന്നു ചേർന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ഈ മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് നാളത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നാളത്തെ ദിവസം ചിലർക്കൊക്കെ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അലസത, കാര്യപ്രാപ്തി കുറവ്, അതുപോലെ തന്നെ തളർച്ച, പല കാര്യങ്ങളിലും തടസ്സം, വീട് വിട്ട് മാറിത്താമസം, മാതൃക്ലേശം, അന്യദേശവാസം, അങ്ങനെ തീരുമാനങ്ങളെടുക്കുവാൻ കാലതാമസം, അങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി വളരെ മോശമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ അവർക്ക് അനുകൂലമായ ഓരോരോ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതുവരെയും സമയം മോശമാണ്. അനുകൂലമായ സാഹചര്യങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. അലസത, കാര്യപ്രാപ്തി കുറവ്, മടി ഒക്കെ ഉണ്ടാകുവാൻ, പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ പിന്നെയാകട്ടെ എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. ചിലരൊക്കെ സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. തൊഴിൽപരമായി അവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. അതുപോലെ തന്നെ അവർക്ക് പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ അനുഭവിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ ഭാഗത്തു നിന്നും മാതാവിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തന മേഖലയിൽ വിജയിച്ച് അതുമുഖേന പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സമുദായത്തിൻ്റെയോ സംഘത്തിൻ്റെയോ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലരുടെ പുത്രന്മാരെ കൊണ്ട് അവർക്ക് ദുഃഖം അനുഭവിക്കാൻ സാധ്യത വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവരുടെ സഹോദരങ്ങളാലുള്ള തിക്താനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. സൽപുത്ര യോഗം പ്രതീക്ഷിക്കാം. ഭാര്യ ഭർത്തൃ സുഖമുണ്ട്. സൗഭാഗ്യമായ അനുഭവങ്ങളുമൊക്കെ വന്നു ചേരാം. മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നൊരു ദിവസമാണ്. അങ്ങനെ അവർ അഭിമാനിക്കുന്നൊരു ദിവസമാണ്. ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുന്നൊരു ദിവസവുമാണ്. ചിലരൊക്കെ രോഗങ്ങളാൽ കഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം പുത്രധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പുത്രധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതാണ്. ചിലരുടെ ജീവിതത്തിൽ കലഹമുണ്ടാകാം. ചിലരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പരാജയം സംഭവിക്കാം, തോൽവി സംഭവിക്കാം. അങ്ങനെ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പലർക്കും വിശ്വസിക്കുന്നവരിൽ ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതി പറ്റാൻ സാധ്യതയുണ്ട്. പലരും മാനസികമായി
തകർച്ചയിലാകപ്പെടുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം തിക്താനുഭവങ്ങൾ നിറഞ്ഞ ദിവസമാണ്. മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ മാത്രം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മനോദുഃഖം, മാനഹാനി, പാപപ്രവൃത്തി, ഉറപ്പില്ലാത്ത മനസ്സ്, കോപം, ദേഷ്യം, അങ്ങനെ പലവിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവത്തിൽ കൂടി മാതാവിൻ്റെ സ്ഥിതിയും കടന്നു പോകും. നാളത്തെ ദിവസം കൂടുതലും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും നാളെ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ധനധാന്യ നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. കീർത്തി, പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ബന്ധുസ്നേഹം വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ്. ബന്ധുക്കളെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. സൗന്ദര്യബോധമുള്ളവരായി ജീവിക്കുന്നൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുന്ന ദിവസമാണ്. സൽപ്രവർത്തികൾ ചെയ്ത് ജീവിത വിജയം നേടുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ സാധാരണ ഗതിയിലായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി വലിയ നേട്ടമൊന്നുമുള്ള സമയമല്ല. പ്രത്യേകിച്ച് മാനസികവും ശാരീരികവുമായ സ്ഥിതി അത്ര മെച്ചമല്ല. പലർക്കും രോഗങ്ങളൊക്കെ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. നടുവേദനയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. അങ്ങനെ മെച്ചമായ സാഹചര്യങ്ങളൊന്നും തന്നെ നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. സാധാരണ ഒരു ജീവിതം നയിച്ചു പോകും എന്നുള്ളതല്ലാതെ മറ്റ് പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മാർ അത്ര അനുകൂലമല്ല. കുടുംബസുഖം ഉണ്ടാകുന്ന ദിവസമല്ല. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് എന്നിവയൊക്കെ നാളത്തെ ദിവസം നഷ്ടപ്പെട്ടു പോകാനോ വിറ്റുപോകുവാനോ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം തൃപ്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പലരും കലഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. കേസിൽ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പലവിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊക്കെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നാളത്തെ ദിവസം വിറ്റുപോകും. എങ്കിലും നേട്ടമൊന്നും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, തൃട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. നാളത്തെ ദിവസം പുണ്യ തീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകുന്ന ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം സന്തുഷ്ടകരമായ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നുപോയാൽ മൂത്ത സഹോദരൻ്റെ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ആപത്താനർത്ഥങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. പനിയുടേതായ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പനി കുറഞ്ഞു, ചുമയുണ്ട്. എങ്കിലും ആ അസ്വസ്ഥതകളെയൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ അത് ക്ഷമിക്കണം, സഹകരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവ, പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടിയാണ് ഞങ്ങളൊക്കെ കടന്നു പോകുന്നത്. കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റം വന്നപ്പോൾ മാനസികമായും ശാരീരികവുമായി വളരെ ക്ഷീണത്തിലും പ്രയാസത്തിലുമാണ് പലരും. പകർച്ചവ്യാധികളോ മാരകമായ രോഗങ്ങളോ ഒന്നും ഞങ്ങൾക്ക് പിടിപെടാതെ മഹാദേവൻ ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണം. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ ചേർത്ത് പിടിക്കണം. അവരുടെ ശരീരത്തിന് ആരോഗ്യവും ബലവും ഒക്കെ കൊടുക്കണം. അധ്വാനിപ്പാനുള്ള ശേഷി അവർക്ക് കൊടുക്കണം. അവരുടെ കുടുംബത്തെ നയിക്കാനുള്ള മനസ്സ് കൊടുക്കണം. എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി കൊടുക്കണം. മഹാദേവൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. മഹാദേവൻ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓം നമഃശിവായ മന്ത്രം ചൊല്ലി ഞങ്ങൾ മഹാദേവനെ പൂജിക്കുന്നു. അപ്പോൾ മഹാദേവൻ്റെ ശക്തിയും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകണം.
മഹാദേവ, പ്രതികൂലമായ സാഹചര്യത്തിൽ ഞങ്ങൾ വീണുപോകരുത്. ഞങ്ങളെ മഹാദേവൻ കരം പിടിച്ച് നടത്തണം. ഒരുപാട് പേർക്ക് പലവിധമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മഹാദേവൻ അവരെ രക്ഷിക്കണം. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കാതെ മഹാദേവൻ അവർക്ക് സമാധാനവും പ്രത്യാശയൊക്കെ കൊടുത്ത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം. മഹാദേവൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പൂജയും ഈ മന്ത്രവുമൊക്കെ ഞങ്ങൾക്ക് രക്ഷയായി തീരണമെന്ന് ഞങ്ങൾ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മഹാദേവ, ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.